നമസ്കാരം, ഞാൻ പ്രവീൺ കിളുമാനൂർ. പി കെ ലേണേഴ്സിൻ്റെ PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2020 ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ നമ്മളതിൻ്റെ ടോപ്പിക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശോധിച്ചത് മേക്കിംഗ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ നിർമ്മാണം, സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ സവിശേഷതകൾ, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രിയാമ്പിൾ, അതായത് ഭരണഘടനയുടെ ആമുഖം, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും, അതുപോലെ സിറ്റിസൺഷിപ്പ്, പൗരത്വം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, അതായത് മൗലിക അവകാശം. അപ്പോൾ ഈ 4 ടോപ്പിക്കുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ 4 ഭാഗങ്ങളിൽ നിന്ന് 2020 ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ ചോദ്യം. ചോദ്യം നമ്പർ 1: ഹൗ മെനി ടൈംസ് ഹാസ് ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അമെൻഡഡ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ ഗ്രേഡ് 2 ലേബർ ഡിപ്പാർട്ട്മെൻറ്റ്, ക്വസ്റ്റ്യൻ കോഡ് 14/2020. അതിന് ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഉത്തരവുമാണ്. നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്കും വേണ്ടി ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളിൽ അല്ലെങ്കിൽ അറിവുകളിൽ ഒന്നാണ് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം നാളിതുവരെ അമെൻഡ് ചെയ്തിട്ടുണ്ട്, അല്ലേ, ഭേദഗതി ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താനാവുന്നുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കി. ത്രൈസ്, വൺസ്, ട്വൈസ്, നെവർ. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കിതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. എത്ര പ്രാവശ്യം ആണത്, ഏത് വർഷമാണ് ആ ഭേദഗതി ഉണ്ടായിരുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്, അല്ലേ. ആൻസർ ബി എന്ന് പറയുമ്പോഴത്തേക്ക് only one time, ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നാളിതുവരെ ആയിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത്. അതായത് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നാളിതുവരെ അതിൻ്റെ ആമുഖം, ഭരണഘടനയുടെ ആമുഖം നാളിതുവരെ ഒരേ ഒരു തവണയാണ്. അപ്പോൾ ഒരേ ഒരു തവണ ആയതുകൊണ്ട് തന്നെ ആ ഭേദഗതിയുടെ നമ്പർ, ഏത് ഭേദഗതി നിയമപ്രകാരം, ഏത് വർഷത്തെ ഏത് ഭേദഗതി നിയമപ്രകാരമാണത് ഭേദഗതി ചെയ്തു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചേക്കുക. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1976 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആദ്യമായും നാളിതുവരെ എന്ന് പറഞ്ഞാൽ അവസാനമായും എന്നും പറയാം, ഒരേ ഒരു തവണ ആയതുകൊണ്ട് തന്നെ ആദ്യമായും അവസാനമായും ഭേദഗതി ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഭേദഗതിയിലൂടെ ആമുഖത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടായതെന്നുള്ളതാണ്, അല്ലേ. നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രസ്തുത ഭേദഗതിയിലൂടെ 3 വാക്കുകൾ, 3 words has been added to the preamble vide 42nd Constitutional Amendment Act of 1976. ഏതൊക്കെയാണ് ആ 3 വാക്കുകൾ? സോഷ്യലിസ്റ്റ്, മലയാളം സ്ഥിതി സമത്വ. നിങ്ങൾ എൻ്റെ മലയാളത്തിൽ ഉള്ള പരീക്ഷകൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ, അല്ലേ, ചോദ്യങ്ങൾ മലയാളത്തിലുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ ആ രീതിയിൽ മലയാളം കൂടെ പഠിക്കുക. സ്ഥിതി സമത്വ. ദെൻ സെക്കുലാർ, രണ്ടാമത്തെ വേർഡ് സെക്കുലാർ. അപ്പോൾ സ്ഥിതി സമത്വ, സോഷ്യലിസ്റ്റ്, സ്ഥിതി സമത്വ. സെക്കുലാർ, മതേതര. 3 ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത. അപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്? സ്ഥിതി സമത്വ, മതേതര, അഖണ്ഡത. ഈ 3 വാക്കുകളാണ് ഈ ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. ഒരേ ഒരു തവണ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചോദ്യത്തിൽ ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ ബി, വൺസ്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പഠിച്ചല്ലോ. ഒരേ ഒരു തവണ 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം
ഒരേ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. അന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്ത 3 വാക്കുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വ, സെക്കുലാർ മതേതര ആൻഡ് ഇൻ്റഗ്രിറ്റി അഖണ്ഡത. അപ്പോൾ ഒരേ ഒരു തവണ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. By which amendment secularism incorporated in the preamble of Indian Constitution? Food Safety Officer, Food Safety Department, Food Safety Officer, question code 29/2020 ചോദിച്ച ചോദ്യമാണ് പ്രിയാമ്പിളിൽ നിന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും അതിൻ്റെ വിശദാംശങ്ങളും നമ്മൾ പരിശോധിച്ചത് കൊണ്ട് തന്നെ ഈ ചോദ്യം നിങ്ങൾക്ക് വളരെ എളുപ്പമായി മാറുകയാണ്. ഡയറക്റ്റ് നമ്മൾ പഠിച്ച സാധനം തന്നെയാണ് ഇവിടെ ആൻസർ, അല്ലേ? ബൈ വിച്ച് അമെൻമെൻറ്റ് സെക്കുലാരിസം ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സെക്കുലാരിസം, മതേതരത്വം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റാണ് എന്ത് ആഡ് ചെയ്തതെന്നാണ് ചോദ്യത്തിലുള്ളത്. പക്ഷെ നമ്മളൊരു വേർഡായിട്ട്, വാക്കായിട്ട് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെക്കുലാരിസം എന്ന വേർഡല്ല, വേർഡ് സെക്കുലാർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാകില്ല. അഡ്ജക്റ്റീവും നൗണുമാണ് ഈ 2 വേർഡ്. ഒരെണ്ണം നൗണും ഒരെണ്ണം അഡ്ജക്റ്റീവുമാണ്, അല്ലേ? അപ്പോൾ സെക്കുലാരിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു ആശയം ആണ് ഈ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായ വേർഡ് നമ്മൾ പറയുകയാണെങ്കിൽ അത് സെക്കുലാറാണ്, മതേതര ആണ്. ഇത് നൗണാണ്. ഇവിടെ ചോദ്യത്തിൽ നിങ്ങൾ കാണുന്നത് മതേതരത്വം. അപ്പോൾ 42ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി ഈ 42ാം ഭരണഘടന ഭേദഗതിയെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒറിജിനലി ദ പ്രിയാമ്പിൾ ഡിഡ് നോട്ട് കണ്ടെയ്ൻ ദ വേർഡ് സെക്കുലാർ, അല്ലേ? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ ഇങ്ങനൊരു വേർഡ് ഇല്ല, സെക്കുലാർ എന്ന് പറയുന്ന ഒരു വേർഡ് ഇല്ല. ഓക്കെ, പിന്നെ ഈ 1976 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അന്ന് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ, നമ്മുടെ 3ാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടമാണ് 1976 എന്ന് പറയുന്നത്, അല്ലേ? ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഡിക്ലെയർ ചെയ്ത നാഷണൽ എമർജൻസിയുടെ ഒരു പീരീഡാണ് ഈ 1976 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ എമർജൻസി സമയത്താണ് ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഡ്യൂറിങ് ദ എമർജൻസി പീരീഡ് ദ ഗവൺമെൻറ് പാസ് ദ 42nd അമെൻമെൻറ്റ് ആക്ട്. ഈ ആക്റ്റിലൂടെ നമ്മൾ മുൻ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ ബൈ ഇൻസേർട്ടിങ് സെക്കുലാർ, അല്ലേ, മതേതര എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആഡ് ചെയ്തതോടുകൂടി ദ അമെൻമെൻറ്റ് മെയ്ഡ് ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി ക്ലിയർ ദാറ്റ്. അപ്പോൾ അതുവരെ മതേതരം എന്ന് പറയുന്ന ആശയം എക്സ്പ്ലിസിറ്റ്ലി വളരെ വ്യക്തമായി ഭരണഘടനയിൽ എങ്ങും തന്നെ അങ്ങനെ ഒരു വേർഡിലൂടെ സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അവകാശമുണ്ടല്ലോ, ഈ അവകാശങ്ങളിലൊക്കെ തന്നെ ഇംപ്ലിസിറ്റായിട്ട് സെക്കുലാരിസം ഉണ്ട്. മതേതരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം ഇതിനുള്ളിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എക്സ്പ്ലിസിറ്റായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണെന്ന് ഡിക്ലെയർ ചെയ്തതുപോലെ ആ രാജ്യത്തിന് നമ്മൾ അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, SSDR എന്ന് നമ്മൾ പറയുന്ന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടാണ് നമ്മുടെ രാഷ്ട്രത്തെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ എക്സ്പ്ലിസിറ്റായിട്ട് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലാർ എന്ന വേർഡ് ചേർത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നൊരു മതേതര രാജ്യമാണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് ഈ മതേതരത്വം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? India has no state religion and treats all religions equally. ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. രാഷ്ട്രത്തിൻ്റെതായ ഒരു മതമില്ല. നമ്മൾ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാറ്റസ് ആയാലും നമ്മളതിനെ പരിഗണിക്കുന്നതായാലും എല്ലാം തന്നെ നമ്മൾ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം, തുല്യ സ്റ്റാറ്റസോടുകൂടി ആണ് നമ്മൾ മതങ്ങളെ പരിഗണിക്കുന്നത്. നമ്മൾ ഒരു മതത്തെയും രാഷ്ട്രത്തിൻ്റെ മതമായിട്ട് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നില്ല.
അപ്പോൾ അതാണ് നമ്മൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലാർ എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താണ് ഇതിൽ ആമുഖത്തിൽ വന്നെങ്കിലും secularism was already part of the constitution through article 25 to 28. This amendment made it explicit in the preamble. 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളിൽ ഇത് ഓൾറെഡി ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണെന്നുള്ള രീതിയിൽ നമ്മൾ പ്രിയാമ്പിളിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ രണ്ട് ചോദ്യങ്ങൾ, കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് പ്രിയാമ്പിളിലെ 2020 ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കിൽ നിന്നുള്ള യൂണിയൻ ആൻഡ് ദിസ് ടെറിട്ടറി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 2020 ചോദിച്ച ചോദ്യമാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3, അത് KS 2020 KS പ്രിലിംസ് ഒന്നാമത്തെ നടന്നത്, അതായത് അന്ന് ആ വർഷം തന്നെ 2 പ്രിലിംസാണ് KSന് നടന്നത്. ഒരു സപ്ലിമെൻ്ററി എക്സാം പിന്നീട് നടന്നിട്ടുണ്ട്. ഇത് ആദ്യം നടന്ന പ്രിലിംസാണ്. അതിൻ്റെ ഫസ്റ്റ് പേപ്പറിലൊരു ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഫെഡറലിസം ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. എന്താ ഇൻഡിസ്ട്രക്റ്റബിൾ എന്ന് പറയുന്നത്? നശിപ്പിക്കാനാവാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇൻഡിസ്ട്രക്റ്റബിൾ. അപ്പോൾ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്തൊരു യൂണിയനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. നശിപ്പിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാകാത്ത യൂണിയനാണ് ഇന്ത്യൻ ഫെഡറേഷൻ എന്നുള്ളതാണ് ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കത് ശരിയാണോ തെറ്റാണെന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം. നമുക്കിതിൻ്റെ മലയാള അർത്ഥം ആദ്യം നോക്കാം. ഇന്ത്യൻ ഫെഡറേഷൻ ഇതാണ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും നശിപ്പിക്കാനാവാത്തതാണ്, അല്ലേ? നശിപ്പിക്കാനാവാത്ത സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്ത യൂണിയനാണ് ഇന്ത്യൻ ഫെഡറേഷൻ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയേ, ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങും തന്നെ ഫെഡറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ നോക്കിയേ, ദ പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ എനി മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. നിയമനിർമ്മാണ വിഷയങ്ങളുടെ വിതരണമുണ്ട്, അല്ലേ? ആർട്ടിക്കിൾ 246 പ്രകാരം അത് വിതരണം ചെയ്തിട്ടുണ്ട്. യൂണിയൻ, അതായത് യൂണിയൻ ലിസ്റ്റ് പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത്. കൺകറൻറ്റ് സമവർത്തി ലിസ്റ്റ് പാർലമെൻറ്റിനും സംസ്ഥാന നിയമനിർമ്മാണ മണ്ഡലങ്ങൾക്കും എന്താണ് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, സംസ്ഥാനങ്ങൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ലിസ്റ്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ പാർലമെൻറ്റിന്, അല്ലേ, അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ മേൽ പാർലമെൻറ്റിന് ഒരു നിയമം നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തെറ്റ് ശരിയിലേക്കൊന്ന് കടക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. 1, 3, 4 ശരിയാണ്, 1, 3 and 4 ആർ കറക്റ്റ് എന്നാണ് പറയുന്നത്. എങ്ങനെ അത് കറക്റ്റായി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. മലയാളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നശിപ്പിക്കാവുന്ന, അല്ലേ, നശിപ്പിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്ത യൂണിയൻ ആണോ? അതെങ്ങനെ നമുക്ക് സംസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ കഴിയുമോ? എങ്ങനെ കഴിയും? നമ്മൾ ദ യൂണിയൻ ഓഫ് ഇന്ത്യ ഈസ് ഇൻഡിസ്ട്രക്റ്റബിൾ, അതിൽ സംശയമൊന്നുമില്ല. യൂണിയനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാനൊന്നും കഴിയുന്ന സാധനമല്ല ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത്. മീനിങ് സ്റ്റേറ്റ്സ് കനോട്ട് സെസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഫെഡറേഷൻ പോലെ സംസ്ഥാനങ്ങൾ ഒരു കരാറിൻ്റെ പിൻബലത്തിൽ എന്താണ് യൂണിയനായി നിൽക്കുന്നതല്ല. മറിച്ച് എന്താണ് ഇത് നശിപ്പിക്കാനാകാത്ത, അല്ലെങ്കിൽ തനിയെ സംസ്ഥാനങ്ങൾക്ക് വേർപെട്ട് പോകാൻ കഴിയാത്തൊരു യൂണിയനായിട്ട് നിൽക്കുന്ന ഫെഡറേഷനാണ് ഇന്ത്യയുടെ ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ യൂണിയൻ എന്ന് പറയുന്നത് നശിപ്പിക്കാനാകില്ല. പക്ഷേ നമുക്ക് ഈ സ്റ്റേറ്റുകളെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ്സ് ആർ ഡിസ്ട്രക്റ്റബിൾ
എന്തുകൊണ്ടാണ്? പാർലമെൻറ്റ് ക്യാൻ ചേഞ്ച് ദെയർ ബൗണ്ടറീസ്, നെയിംസ് ഓർ ഈവൻ അബോളിഷ് ഓർ സ്റ്റേറ്റ്. പാർലമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 3 പ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? നിലവിലുള്ള സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ സംസ്ഥാനത്തെ അബോളിഷ് ചെയ്ത് പുതിയൊരു സംസ്ഥാനം ഉണ്ടാക്കാനോ ക്രിയേറ്റ് ചെയ്യാനോ, ഉള്ള സംസ്ഥാനങ്ങളുടെ ബൗണ്ടറി ഡിമിനിഷ് ചെയ്യാനോ, അല്ലെങ്കിൽ ബൗണ്ടറി കൂട്ടാനോ ഇൻക്രീസ് ചെയ്യാനോ, അതിൽ ബൗണ്ടറി ആൾട്ടർ ചെയ്യാനോ, അതിർത്തി ആൾട്ടർ ചെയ്യാനോ, അല്ലെങ്കിൽ പേരുകൾ മാറ്റാനോ ഒക്കെ പാർലമെൻറ്റിന് വെരി ഈസി, വളരെ സിമ്പിളായിട്ട് കഴിയും. കാരണം സാധാരണ നിയമം പാസ്സാക്കിക്കൊണ്ട് തന്നെ പാർലമെൻറ്റിന് ഇത് ചെയ്യാൻ കഴിയും. അതിന് ഭരണഘടനാ ഭേദഗതിയിലേക്ക് പോലും കടക്കേണ്ടതില്ല. ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു സാധാരണ നിയമം പാസ്സാക്കുന്നത് പോലെ തന്നെ ആർട്ടിക്കിൾ 3 പ്രകാരം ഇതൊക്കെ പാർലമെൻറ്റിന് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളെ നശിപ്പിക്കാൻ കഴിയും. അങ്ങനെ നശിപ്പിക്കാനാകുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാവാത്ത യൂണിയനാണ് ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയനാണ് ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നുള്ളത് മനസ്സിലായി, അല്ലേ? ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് എന്നാണ് ഇവിടെ പറയുന്നത്, നശിപ്പിക്കാനാവാത്ത സംസ്ഥാനങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തെറ്റാണെന്ന് നമുക്ക് അപ്പോൾ തന്നെ പിടികിട്ടി. കാരണം സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റബിളാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ദ ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയാണ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറേഷൻ എന്ന് പറയുന്ന വാക്ക് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. കാരണം ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഫെഡറേഷൻ ഒന്ന് എങ്ങും തന്നെ പറയുന്നില്ല. അപ്പോൾ അത് ശരിയാണ്. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫെഡറേഷൻ ഹാസ് നോവെയർ ബി യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ യൂസസ് ദ ഫ്രെയിം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, നോട്ട് ഫെഡറേഷൻ. മനസ്സിലായല്ലോ? ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബി യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ 1 രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്, ഫെഡറേഷൻ അല്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 ശരിയാണ്, അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 2 തെറ്റാണ്. ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ 1ഉം 3ഉം ശരിയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി 4ലേക്ക് വരികയാണെങ്കിൽ പാർലമെൻറ്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ എനി മാറ്റർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ് ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, എഗ്രിമെൻറ്റ്സ് ഓർ കൺവെൻഷൻസ്, അല്ലേ? അന്താരാഷ്ട്ര കരാറുകളും ഉടമ്പടികളും ഒപ്പുവയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയത്തിന്മേൽ പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയും. പാർലമെൻ്ററി ലെജിസ്ലേഷൻ ഓവർ സ്റ്റേറ്റ് ഫീൽഡ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങളിൽ മേലുള്ള പാർലമെൻ്ററി നിയമനിർമ്മാണം, അത് നമ്മൾ വളരെ വിശദമായിട്ട് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അല്ലേ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, ലെജിസ്ലേറ്റീവ് പവേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ നമ്മൾ വളരെ കൃത്യമായി ഇത് പഠിക്കുന്നുണ്ട്. ഏതൊക്കെ ആർട്ടിക്കിൾ മുതൽ ഏതൊക്കെ ആർട്ടിക്കിൾ വരെ ആണ് നമ്മൾക്ക് പാർലമെൻ്ററി ലെജിസ്ലേഷൻ ഓവർ സ്റ്റേറ്റ് ഫീൽഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഉള്ളത്. അതിൽ പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 253 എന്ന് പറയുന്നത്. പാർലമെൻറ്റ് ഹാസ് ദിസ് പവർ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. അത് മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത്, അല്ലേ? ഇത് അമേരിക്കയെ സംബന്ധിച്ച് ദിസ് ഈസ് ട്രൂ ഫോർ US, നോട്ട് ഇന്ത്യ. അമേരിക്കയെ സംബന്ധിച്ച് എന്താണ്, സംസ്ഥാനങ്ങളെ അവർക്ക് അങ്ങനെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാനങ്ങൾ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ഈ ഫെഡറേഷനിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അവിടെ ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടിൻ്റെയും യൂണിയൻ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. പക്ഷേ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അത് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ് ആണ്, ഇന്ത്യയെ സംബന്ധിച്ച് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സുമാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ചോദ്യം,
ഇതേ ടൈപ്പ് ചോദ്യമാണ്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഇനി ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. KS-ൻ്റെ രണ്ടാമത്തെ പ്രിലിംസ് മീൻസ് രണ്ടാമത് സപ്ലിമെൻ്ററി എക്സാമായിട്ട് നടത്തിയ 65/2020 ചോദിച്ച് ഇതേപോലത്തെ സെയിം ടൈപ്പ് ഓഫ് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇനി വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അറിയാം. ഫസ്റ്റ് ഇത് നോക്കിയേ, ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ശരിയല്ലേ? ആർട്ടിക്കിൾ 1 പ്രകാരം നമുക്കവിടെ ഇന്ത്യയുടെ പൊളിറ്റി അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയം വിശദമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ നെയിം, രാഷ്ട്രത്തിൻ്റെ നെയിം ഓഫ് ദി സ്റ്റേറ്റ്, രാഷ്ട്രത്തിൻ്റെ പേരവിടെ പറയുന്നുണ്ട്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 1-ൻ്റെ അടുത്ത വരുന്ന ഭാഗമെന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് പറയുന്നത് എന്താണ്, അതിൻ്റെ ടൈപ്പ് ഓഫ് പൊളിറ്റിയാണ്, അല്ലേ? രാഷ്ട്രത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയമാണ് പറയുന്നത്. അതെന്താ പറയുന്നത്? ഫെഡറേഷൻ എന്നല്ല, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. ഫെഡറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 ഓൾറെഡി ശരിയാണെന്നുള്ളത് നമ്മുടെ മുന്നത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷണലി ഇന്ത്യ ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് വിത്ത് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ. ശരിയാണ്, നശിപ്പിക്കാനാവാത്ത യൂണിയനാണ് നമ്മൾ പഠിച്ചു. ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്, നശിപ്പിക്കാവുന്ന സംസ്ഥാനങ്ങളുടെ നശിപ്പിക്കാനാകാത്ത യൂണിയനാണ്. ശരിയാണ്, മനസ്സിലായില്ലേ? ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് incorporated a large number of unitary features and thus deviated from the traditional federal system. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്നതാണ് ഫെഡറൽ ഇൻ സ്ട്രക്ചർ ബട്ട് യൂണിറ്ററി ഇൻ ബയസ്. സ്ട്രക്ചറിൽ ഫെഡറലാണ്, പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ എങ്ങോട്ടാണ് ചായ്വ്? യൂണിറ്ററി, ഏകാത്മക സ്വഭാവത്തിലേക്കാണ് ഇന്ത്യയുടെ ഫെഡറേഷൻ്റെ ഒരു ചായ്വെന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഫെഡറൽ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ്റെ ഒരു ചായ്വെന്ന് പറയുന്നത് എന്താണ് യൂണിറ്ററി സ്വഭാവങ്ങളാണ് കൂടുതൽ. ഏകമായി നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിലോട്ടാണ്, അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മുടെ ചായ്വെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെയൊക്കെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു യൂണിയനാണ്, ഒരു ഫെഡറേഷനാണ്. സ്ട്രക്ചർ, ഘടനയിൽ സ്ട്രക്ചർ ആണെങ്കിലും യൂണിറ്ററി ഇൻ ബയസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചായാൻ കാര്യം എന്താണ്? യൂണിറ്ററി ഇൻ ബയസ് എന്ന് പറയാൻ കാര്യം എന്താണ്? നമ്മുടെ ഫീച്ചേഴ്സ് കൂടുതലും ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു യൂണിറ്ററി സംവിധാനത്തിൻ്റെ പ്രത്യേകതകളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. മനസ്സിലായല്ലോ? അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് incorporated a large number of unitary features and thus deviate from the traditional federal system. Statement വളരെ ശരിയാണ്. Under the scheme of Indian Constitution, greater power is conferred upon the center vis-a-vis the state. vis-a-vis എന്ന് പറയുന്നത് ഫോറിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു, അല്ലെങ്കിൽ കമ്പയർഡ് വിത്ത് സ്റ്റേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേറ്റുമായി സംബന്ധിച്ച് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ മലയാളം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഗ്രേറ്റർ പവർ ഈസ് കൺഫേർഡ് അപ്പോൺ ദ സെൻറ്റർ, അല്ലേ? തൊട്ട് മുകളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചേ. കാരണം നമുക്ക് യൂണിറ്ററി ബയസാണുള്ളത്, യൂണിറ്ററി ഫീച്ചേഴ്സാണുള്ളത്, കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ഏകാത്മ സ്വഭാവമുള്ള ആ ഒരു ഫീച്ചേഴ്സാണ് കൂടുതൽ. അപ്പോൾ സ്വാഭാവികമായും പവർ ആർക്കായിരിക്കും കൂടുതൽ? സെൻറ്ററിനാണ്, സംസ്ഥാനങ്ങളെക്കാൾ. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമ്മളിതിൽ ആൻസറിലേക്ക് വരുമ്പോൾ 1, 2, 3, 4 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 1, 2, 3, 4. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്തുകൊണ്ട് ഒന്ന് പരിശോധിക്കാം. ദ ടേം ഫെഡറേഷൻ ഹാസ് നോവെയർ ബീൻ യൂസ്ഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പരിശോധിച്ചതാണ്, അല്ലെ? ആർട്ടിക്കിൾ 1 സേസ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ളത് നിങ്ങൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പരിശോധിച്ചതാണ്. രണ്ടാമത്തത് നിങ്ങൾക്കിപ്പോൾ പച്ചവെള്ളം പോലെ അറിയാം, ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയനാണ്, നശിപ്പിക്കാനാവാത്ത യൂണിയനാണ്. പക്ഷേ സംസ്ഥാനങ്ങൾ ഡിസ്ട്രക്റ്റബിളുമാണ്, അല്ലേ? യൂണിയൻ കനോട്ട് ബി ഡിസോൾവ്ഡ്, മീൻസ് ഇൻഡിസ്ട്രക്റ്റബിൾ ആണ്. സ്റ്റേറ്റ് ക്യാൻ ബി റീഓർഗനൈസ്ഡ്, മെർജ്ഡ്, അബോളിഷ്ഡ് ബൈ പാർലമെൻറ്റ് അണ്ടർ ആർട്ടിക്കിൾ 3, അല്ലേ? അതുകൊണ്ട് അത് ഡിസ്ട്രക്റ്റബിളാണ്.
അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ എന്താണ് കാരണം എന്ന് പോലും അറിയാം. ആർട്ടിക്കിൾ 3 പ്രകാരം പാർലമെൻറ്റിന് ഒരു സാധാരണ നിയമം പാസ്സാക്കുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സാധാരണ ആക്ട് വഴി തന്നെ നിയമം വഴി പാർലമെൻ്റ് ഒരു നിയമം വഴി തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഭരണഘടനയുടെ ഭേദഗതിയിലേക്കൊന്നും പോകണ്ട, മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് അല്ല, ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് കൂടുതലും. എന്തൊക്കെയാണ് ആ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. സ്ട്രോങ് സെൻറ്റർ, ശക്തമായിട്ടുള്ള കേന്ദ്രം നമുക്കുണ്ട്. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് സംസ്ഥാനങ്ങൾക്കും യൂണിയനും പ്രത്യേകം കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അല്ലേ. നമുക്കൊരൊറ്റ കോൺസ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ, ഒറ്റ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒറ്റ ഭരണഘടനയേ ഉള്ളൂ. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഒരു സംസ്ഥാനത്തിനൊരു പൗരൻ, അല്ലെങ്കിൽ അതേ പൗരൻ തന്നെ ആ രാജ്യത്തിൻ്റെ പൗരൻ, ഓരോ സംസ്ഥാനങ്ങൾക്കും പൗരൻ എന്നുള്ള രീതിയിലില്ല. നമുക്ക് സിംഗിൾ സിറ്റിസൺ, ഏക പൗരത്വമാണ്, അല്ലേ. ഫ്ലെക്സിബിലിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള അയവുള്ളതാണ്. എന്തായി അയവുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കിത് ഭേദഗതി ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രൊവിഷൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് പാർലമെൻറ്റിൻ്റെ നിയമങ്ങൾ കൊണ്ട് തന്നെ, പാർലമെൻറ്റിന് സാധാരണ ഒരു നിയമം പാസ്സാക്കുന്ന അതേ ലാഘവത്തോടു കൂടി സിമ്പിൾ മെജോറിറ്റിയിൽ അല്ലേ ഓർഡിനറി ലെജിസ്ലേഷൻ കൊണ്ട് തന്നെ പല പ്രൊവിഷൻസും എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ഫ്ലെക്സിബിളാണ്. പിന്നെ കുറച്ചും കൂടെ അമെൻമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ, ആർട്ടിക്കിൾ 368 പ്രകാരമുള്ള അമെൻമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ ചില പ്രൊവിഷൻസ് നമുക്ക് സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്നാൽ ഫെഡറൽ സംവിധാനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സിൻ്റെ റാറ്റിഫിക്കേഷൻ വേണം. അപ്പോൾ സാധാരണ നിയമങ്ങൾ കൊണ്ട് നമുക്ക് ഇത് ഭേദഗതി ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയവുള്ള ഒരു പാർലമെൻറ്റിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധാരണ നിയമം പാസ്സാക്കിക്കൊണ്ട് തന്നെ ഭരണഘടനയുടെ ചില വ്യവസ്ഥകൾ എന്ത് ചെയ്യാൻ പറ്റും, ഭേദഗതി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിനെ നമുക്ക് എന്താണ് അയവുള്ള ഭരണഘടന എന്ന് പറയുന്നു. നമുക്ക് അയവ് മാത്രമല്ല, നമ്മളെ ഭരണഘടന ദൃഢവുമാണ്. ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടിൻ്റെയും ബ്ലെൻഡാണ്, മനസ്സിലായല്ലോ. അപ്പോൾ അയവുള്ള ഭരണഘടനയാണ് നമ്മുടേത്. ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി, സംയോജിതമായിട്ടുള്ള ജുഡീഷ്യറിയാണ് നമുക്ക്, അല്ലേ. സ്റ്റേറ്റ് ലോസ് മുതൽ യൂണിയൻ ലോസ് വരെ എല്ലാ നിയമങ്ങളിൽ മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് ഏറ്റവും താഴെ തട്ടിൽ തുടങ്ങി സുപ്രീം കോടതി വരെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ്, നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ എല്ലാ നിയമങ്ങളും. സംസ്ഥാന നിയമങ്ങളായാലും യൂണിയൻ നിയമങ്ങളായാലും സെൻട്രൽ ലോസ് ആയാലും ഇതിന്മേലെല്ലാം തന്നെ തർക്കങ്ങൾ പരിഹരിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്, അല്ലേ. സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്രത്തിൽ നിന്നാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണർമാരെ നിയോഗിക്കുന്നത്. ഓൾ ഇന്ത്യ സർവീസസ് ഉണ്ട്, അല്ലേ. IASഉം IPSഉം IFOSും ഫോറസ്റ്റ് സർവീസ്, പോലീസ് സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS IPS IFOS. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ എന്താണ് നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്. അതൊരു യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ ഫീച്ചറാണ്. ദാൻ എമർജൻസി പ്രൊവിഷൻ, അല്ലേ. അസാധാരണ സാഹചര്യങ്ങളിൽ ഒരു യൂണിറ്ററി ഫോമിലേക്ക് മാറുകയാണ്, പക്കാ യൂണിറ്ററി ഫോമിലേക്ക് മാറുകയാണ്. അസാധാരണ സാഹചര്യങ്ങളിൽ നമുക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യൂണിറ്ററി ഫോമിലേക്ക് മാറാൻ കഴിയും, എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസുകളിൽ, അല്ലേ. അപ്പോൾ അതും ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ക്വാസി ഫെഡറലാണ്, അല്ലേ. ഫെഡറൽ എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല ഫെഡറൽ പോലെ. കാരണം നമുക്കുള്ളത് പരമ്പരാഗതമായ ഫെഡറൽ സംവിധാനത്തിൽ നിന്നുള്ളൊരു ഡീവിയേഷനാണ്. കാരണം നമുക്ക് കൂടുതലുള്ളത് ഇൻക്ലൂഡ്സ് മെനി യൂണിറ്ററി ഫീച്ചേഴ്സായ ഈ സ്ക്രീനിൽ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് കൂടുതലുമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഫെഡറൽ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്കോളേഴ്സ്, അല്ലേ, എന്ത് വിളിച്ചിരിക്കുന്നത്, KC വീർ, അല്ലേ, കോസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഫെഡറൽ അല്ല, എന്നാൽ കോസി ഫെഡറലാണ്. ഫെഡറൽ പോലുള്ള, അല്ലെങ്കിൽ മിക്കവാറും ഫെഡറൽ എന്നുള്ള രീതിയിൽ. ക്വാസി എന്ന വാക്ക് ഫെഡറൽ പോലുള്ള എന്നുള്ള രീതിയിലാണ്. പൂർണ്ണമായി ഫെഡറൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം നമുക്ക് യൂണിറ്ററി ഫീച്ചേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 3 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4ലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ റിലേഷൻ വിത്ത് സ്റ്റേറ്റ്, അല്ലേ, അല്ലെങ്കിൽ കമ്പയർഡ് ടു സ്റ്റേറ്റ്സ്, കേന്ദ്രത്തിനാണ് കൂടുതൽ. കാരണം നമുക്ക് യൂണിറ്ററി ഫീച്ചേഴ്സാണ് കൂടുതൽ, അല്ലേ. യൂണിറ്ററി ലിസ്റ്റ് മച്ച് ലോങ്ങർ ദാൻ സ്റ്റേറ്റ് ലിസ്റ്റ്, അല്ല സോറി യൂണിയൻ ടങ് സ്ലിപ്പാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് മച്ച് ലോങ്ങർ ദാൻ സ്റ്റേറ്റ് ലിസ്റ്റ്, അല്ലേ.
എണ്ണം കൂടുതൽ, എണ്ണമൊക്കെ എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ലിസ്റ്റൊക്കെ എത്തുമ്പോൾ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ എണ്ണം എത്ര നിലവിലുണ്ടെന്നുള്ളത്, പക്ഷേ എണ്ണം കൂടുതലാണെന്നുള്ളത് നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുക. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ടോപ്പിക്ക് എത്തുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂണിയൻ ലിസ്റ്റാണ് ഈ എണ്ണത്തിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ നിയമനിർമ്മാണ അധികാരങ്ങൾ കൊടുത്തിരിക്കുന്ന പാർലമെൻറ്റിനാണ്, യൂണിയനാണ്. ഓക്കെ, റെസിഡ്യൂറി പവേഴ്സ്, അതായത് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ 248 പ്രകാരമുള്ള അവശിഷ്ടാധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്, അത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. അപ്പോൾ അതും യൂണിയനാണ്. സെൻട്രൽ ഡൊമിനേറ്റ്സ് ഫിനാൻസ്, നമ്മൾ ഫിനാൻഷ്യൽ പവേഴ്സിൻ്റെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ സെൻട്രലിനാണ്, കേന്ദ്രത്തിനാണ് കൂടുതൽ ധനകാര്യ അധികാരങ്ങളുള്ളത്. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫിനാൻഷ്യൽ എമർജൻസി ഉൾപ്പെടെയുള്ള പിന്നെ ടാക്സേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ പവേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ചില പരീക്ഷകൾക്ക് സിലബസിലുണ്ട്, അപ്പോൾ അത് കൃത്യമായി അപ്പോൾ പഠിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സെൻറ്ററിനാണ് കൂടുതൽ അധികാരങ്ങൾ ഡൊമിനേറ്റ് ചെയ്യുകയാണ്. ഗവർണർ അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ, നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രമാണ് സംസ്ഥാനങ്ങളുടെ ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എമർജൻസി അല്ലേ, അടിയന്തരാവസ്ഥക്കാല സമയത്ത് സ്റ്റേറ്റ്സ് കംസ് അണ്ടർ സെൻട്രൽ കൺട്രോൾ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സംസ്ഥാനങ്ങളെ കാലധികാരം നമ്മൾ നൽകിയിരിക്കുന്നത്, ഭരണഘടന നൽകിയിരിക്കുന്നത് ആർക്കാണ്? കേന്ദ്രത്തിനാണ് എന്നുള്ള അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സി ആണ് അല്ലേ? ആൻസർ കണ്ടല്ലോ, സി 1, 2, 3, 4 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓക്കെ, അടുത്ത സിറ്റിസൺഷിപ്പിലേക്ക് നമ്മൾ വരിക. പൗരത്വമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഐഡൻറ്റിഫൈ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം സെക്കൻഡ് ചാപ്റ്റർ നല്ല ഏതാണ് ചോദിക്കേണ്ടത്? പാർട്ട് എന്നാണ് ചോദിക്കേണ്ടത്. ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ടിനുള്ളിലാണ് ചാപ്റ്റർ വരുന്നത്. ചോദ്യത്തിൽ ചെറിയൊരു സാങ്കേതിക പിഴവുണ്ട്, പക്ഷെ എന്നിരുന്നാലും എന്താണ് ചോദ്യം നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലേ. പാർട്ട് ഭാഗം എന്നാണ് ചോദിക്കേണ്ടത്, ചാപ്റ്റർ ഭാഗത്തിനുള്ളിലാണ്, പാർട്ടിനുള്ളിലാണ് വരുന്നത്. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന പരീക്ഷയ്ക്കാണ് ചോദിച്ചിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ നമുക്ക് 1 മുതൽ 22 വരെയുള്ള ഭാഗങ്ങളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറൻറ്റ്ലി 25 ഭാഗങ്ങളുണ്ട്. പക്ഷേ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 22 വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ഇടയിൽ 4A-യും 14A-യും 9A-യും 9B ഉണ്ട്. അതുപോലെ പാർട്ട് 7 റിപ്പീൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണം നോക്കുമ്പോൾ 25 ഭാഗങ്ങൾ നമുക്കിപ്പോൾ നിലവിലുണ്ട്. പക്ഷേ നമ്മൾ നമ്പർ നോക്കുമ്പോൾ 22 ഭാഗങ്ങളെ കാണത്തുള്ളൂ നമ്പർ. ഓക്കെ, പക്ഷെ നമ്മളിതിൽ എല്ലാ ഭാഗങ്ങളും അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. ഏത് ഭാഗം ചോദിച്ചാലും നമുക്കത് പറയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടും അല്ലേ. ഭാഗവും ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ അതിൻ്റെ പ്രതിപാദ്യ വിഷയം എന്താണ് അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ അല്ല, സാങ്കേതിക പിഴവുണ്ട് ചോദ്യത്തിൽ. രണ്ടാം ഭാഗം സെക്കൻഡ് പാർട്ട് എന്താണ്? ആൻസർ സിറ്റിസൺഷിപ്പ്. എന്നാൽ ബാക്കിയുള്ള ഏതൊക്കെ ഓപ്ഷനിലുള്ള യൂണിയൻ ആൻഡ് സ്റ്റേറ്റും ഫണ്ടമെൻ്റൽ റൈറ്റ്സും എക്സിക്യൂട്ടീവും ഒക്കെ നമുക്ക് എവിടെയാണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പാർട്ട് 2 ആർട്ടിക്കിൾ 5 to 11 അനുച്ഛേദം 5 മുതൽ 11 വരെയുള്ളതാണ് പൗരത്വമായി ബന്ധപ്പെട്ട് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകളും അനുച്ഛേദങ്ങളും ഭാഗവും. അപ്പോൾ ഭാഗം 2 അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളും ഭാഗവും. ഓക്കെ, ഇനി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അല്ലേ, പാർട്ട് 1 ആർട്ടിക്കിൾ 1 to 4, അതായത് നമ്മുടെ യൂണിയനും സ്റ്റേറ്റും ഒക്കെ പറയുന്നത് യൂണിയൻ ആൻഡ് ടെറിട്ടറി എന്ന് പറയുന്ന ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയുള്ള പാർട്ട് 1 പറയുന്നത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് അല്ലേ. ഇറ്റ് ഡീൽ വിത്ത് ദ യൂണിയൻ ഇസ് ടെറിട്ടറി ആൻഡ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ പാർട്ട് 1 അനുച്ഛേദം 1 മുതൽ 4 വരെ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പാർട്ട് 3 അല്ലേ, ഭാഗം 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. അപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണാമല്ലേ. ഈ ഓപ്ഷൻ, ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 എക്സിക്യൂട്ടീവാണുള്ളത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ
എക്സിക്യൂട്ടീവായിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവായിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. ഇതെവിടങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമായ ഭാഗം 5-ലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്ന ഭാഗമായ ഭാഗം 6-ലും പാർട്ട് 5-ലും പാർട്ട് 6-ലുമായിട്ടാണ് പറയുന്നത് അല്ലേ. ദ യൂണിയൻ എക്സിക്യൂട്ടീവ് പാർട്ട് 5 ചാപ്റ്റർ 1. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിൽ സാങ്കേതിക പിഴവുണ്ടെന്നുള്ളത്. അതായത് പാർട്ട് 5-നുള്ളിലെ ചാപ്റ്റർ 1-ൽ ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ്. തൊട്ടടുത്ത ഭാഗമായിട്ടുള്ള ഭാഗം 6-ൽ ചാപ്റ്റർ 2 അവിടെ ചാപ്റ്റർ 1 അല്ല എന്നുകൂടെ മനസ്സിലാക്കുക. ചാപ്റ്റർ 2 സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. ആർട്ടിക്കിൾ 153 മുതൽ 167 വരെ, 153 to 167. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ ഈ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് ആയിട്ടുള്ള അല്ലേ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ 2 എക്സിക്യൂട്ടീവ് ഉണ്ട് നമുക്ക്. യൂണിയൻ എക്സിക്യൂട്ടീവ്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അല്ലേ പാർട്ട് 5 ചാപ്റ്റർ 1 ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയും, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആകുമ്പോൾ പാർട്ട് 6 അല്ലേ ചാപ്റ്റർ 2 ആർട്ടിക്കിൾ 153 മുതൽ 167 വരെയും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ തന്നെ ആദ്യത്തെ ചോദ്യം, ദ പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ഈസ് ഡെൽറ്റ് ബൈ ദ ആർട്ടിക്കിൾ. വെരി സിമ്പിൾ ചോദ്യമാണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. ICDS സൂപ്പർവൈസർ വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ക്വസ്റ്റ്യൻ കോഡ് 002/2020 അല്ലേ. വിമൻ ആൻഡ് ചൈൽഡ്, വനിതാ ശിശുക്ഷേമ വകുപ്പിൽ ICDS സൂപ്പർവൈസർ എന്ന് പറയുന്ന തസ്തികയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ആ ചോദ്യപേപ്പറിലുണ്ടായിരുന്ന ചോദ്യമാണ്. ഏത് ആർട്ടിക്കിളാണെന്നുള്ളത്? ചൈൽഡ് ലേബർ, ബാലവേല നിരോധനം. നിങ്ങൾ വെരി സിമ്പിളായിട്ട് അറിയാം, ആർട്ടിക്കിൾ 24, റൈറ്റ്. ആർട്ടിക്കിൾ 24 ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ തന്നെയുള്ള മറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. Article 24 of the Indian Constitution prohibits employment of children below the age of 14 years in any factory, mine or hazardous activities like construction work or railway. അപ്പോൾ 14 വയസ്സ് താഴെയുള്ള കുട്ടികളെ ഈ ഫാക്ടറി, മൈൻ, മറ്റ് ഹസാഡസ് ആക്ടിവിറ്റീസിൽ നിന്ന് അതിൽ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടത് വിലക്കിക്കൊണ്ടുള്ള, അത് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണെന്ന് പറയുന്നത്. അവിടെ എംപ്ലോയ്മെൻറ്റിൽ അല്ലേ ജോലി സംബന്ധമായി അവിടെ ഏർപ്പെടുത്തുക എന്നുള്ളത് വിലക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിളിൻ്റെ പിൻബലത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമമാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ട് ആയതുകൊണ്ട് തന്നെ ആ വർഷം കൂടെ പഠിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഈ ആക്ട് പിന്നീട് അമെൻഡ് ചെയ്തു, ഭേദഗതി ചെയ്തു. ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 2016 അല്ലേ. ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ എന്ന് പേര് മാറ്റി, അമെൻഡ് ചെയ്ത് പ്രൊവിഷൻസ്, കൂടുതൽ പ്രൊവിഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തു. 1986 പാസ്സാക്കിയ നിയമം 2016 ഭേദഗതി ചെയ്തു, പേര് വരെ മാറി അല്ലേ. ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്കി. ദാറ്റ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ്സ് ചൈൽഡ് ലേബർ ബിലോ 14 years, 14 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ അവരുടെ അതായത് ബാലവേല 14 വയസ്സ് താഴെയുള്ളവരുടെ അത് കംപ്ലീറ്റ്ലി നിരോധിക്കുകയും പ്രൊഹിബിറ്റ് ചെയ്യുകയും, റെഗുലേറ്റ് വർക്ക് ഫോർ അഡോളസൻസ് 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അത് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അഡോളസൻ്റ് എന്നും കൂടെ ചേർത്തത്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 26, ഈ ക്വസ്റ്റ്യനിലെ മറ്റൊരു ഓപ്ഷനാണ് ആർട്ടിക്കിൾ 26. ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്, മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള അവകാശമാണ് ഈ ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ് എന്ന് പറയുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളുടെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അവകാശം, അത് ആർട്ടിക്കിൾ 26 ആണ്. അത് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ പ്രൊമോഷൻ ഓഫ് എനി റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതത്തിൻ്റെ പോഷണം, പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം പോഷണം എന്നാണ്. അതിൻ്റെ പോഷണം അല്ലെങ്കിൽ പിന്നെ മെയിൻ്റനൻസ്, പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നാണ് ആർട്ടിക്കിളിൽ അനുച്ഛേദത്തിൽ കൃത്യമായി പറയുന്നത്. അതിൻ്റെ പോഷണത്തിനും അതിൻ്റെ മെയിൻ്റനൻസിനും, അതായത് പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ്, ഇതുമായി ബന്ധപ്പെട്ട് നികുതി പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അവകാശം, അത് അങ്ങനെ പാടില്ല
എന്നുള്ള രീതിയിൽ അതിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്. ആ നികുതി പിരിവിനെതിരെയുള്ള ആ ഒരു പ്രത്യേക മതത്തിൻ്റെ പോഷണത്തിന് വേണ്ടി മാത്രമായിട്ടൊരു നികുതി പിരിക്കുക അല്ലെങ്കിൽ ചുമത്തുക എന്നുള്ളത് എന്താണ്, അതിൽ നിന്നുള്ളൊരു സംരക്ഷണമാണ് ആർട്ടിക്കിൾ 27 നമുക്ക് നൽകുന്നത്. ഇതാണ് ആ ഓപ്ഷനിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ആർട്ടിക്കിൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ദ ഫോർമേഷൻ ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ ഇന്ത്യൻ സിറ്റിസൺ? വളരെ നല്ലൊരു ചോദ്യമാണ്. ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ കോഡ് 8/2020. ഈ ചോദ്യം എന്താണ്? സഹകരണ സംഘങ്ങൾ ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പൗരന്, ഇന്ത്യൻ സിറ്റിസണ് കിട്ടുന്ന മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ് സഹകരണ സംഘങ്ങൾ ഫോം ചെയ്യുക എന്നുള്ളത്. മനസ്സിലായി? മേക്ക് ദ ഫോർമേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഏത് മൗലിക അവകാശത്തിലാണ് ഇത് ഉള്ളതെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ ചോദ്യത്തിലും ഒരു ഓപ്ഷനിലൊരു സാങ്കേതിക പിഴവുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് സി. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് സി, അതായത് 19(1) സിയിലാണ് പറയുന്നത്. മനസ്സിലായല്ലോ? 19(1) സി. അവർ ആൻസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ആണ്. പക്ഷേ ഇങ്ങനൊരു ആർട്ടിക്കിൾ ഇല്ല എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. 19(c) എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഇല്ല. 19(1) സി ആണ് ആർട്ടിക്കിൾ എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. ഇനി ഈ ആർട്ടിക്കിൾ ഒരു 19(1) സി എന്ന് പറയുന്ന ആർട്ടിക്കിൾ നേരത്തെ ഉള്ള ആർട്ടിക്കിളാണ്. റൈറ്റ് ടു ഫോം അസോസിയേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ള യൂണിയൻ, അസോസിയേഷൻ എന്നൊക്കെ പറയുന്നത് നേരത്തെ ഉള്ള ആർട്ടിക്കിളാണ്. അവിടെ ഒരു വേർഡ് കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു വാക്ക് കൊണ്ട് ചേർക്കുകയാണ് ചെയ്തത്. അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, അല്ലേ? കറക്റ്റ് ആർട്ടിക്കിൾ 19(1) സി ആണെന്നുള്ളത് ഇവിടെ എക്സ്പ്ലനേഷനിലുണ്ട്. ദ 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2011, 2011 97ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇങ്ങനൊരു അവകാശം, റൈറ്റ് ടു ഫോം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റിയത്. എന്താ ഈ ഭരണഘടനാ ഭേദഗതി ചെയ്തത്? ഇറ്റ് വാസ് ഇൻക്ലൂഡഡ് അണ്ടർ ആർട്ടിക്കിൾ 19(1) സി. ഈ ഒരു അവകാശം ആർട്ടിക്കിൾ 19(1) സിയുടെ കീഴിൽ കൊണ്ടുവന്നു. വിച്ച് ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു ഫോം അസോസിയേഷൻ, യൂണിയൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അസോസിയേഷനും യൂണിയനും നേരത്തെ ഈ 19(1) സിയിലുണ്ട്. ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഈ ഒരു വാക്കാണ് 2011 97ാം ഭരണഘടനാ ഭേദഗതി, അതായത് ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2011 കൊണ്ട് ഈ 19(1) സിയിൽ ചേർത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ അസോസിയേഷനും യൂണിയനൊക്കെ ഫോം ചെയ്യാനുള്ള അവകാശം നേരത്തെ 19(1) സിയിലുണ്ട്. 97ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2011 ഇങ്ങനൊരു സാധനം ഇവിടെ കൊണ്ട് ചേർത്തു, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൂടാതെ ഇതേ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഒരു DPSP കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 43B. നിങ്ങൾ ഓപ്ഷനിൽ നോക്കുക, കണ്ട ഒരു 43B കിടക്കുന്നത്. ആൻസർ 19(1) സി ആണ്. ഇവിടെ 19 സി എന്നാണ് കിടക്കുന്നത്. അതിലും ഒരു ഓപ്ഷനിലൊരു സാങ്കേതിക പിഴവുണ്ട്. പക്ഷേ ആൻസർ അതാണ് 19 സി എന്നുള്ള. ഒറിജിനൽ ആർട്ടിക്കിൾ 19(1) സി ആണ്. ഓക്കെ, ഈ 43B എന്ന് പറയുന്നത് കണ്ടോ, എന്താ? അതൊരു DPSP ആണ്. അതും ഇതേ ഭേദഗതിയിൽ 2011 കൂട്ടിച്ചേർത്തതാണ്, ആഡ് ചെയ്തതാണ്. എന്താ DPSP പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്, അല്ലേ? 43B എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസാണ്, ഒരു നിർദ്ദേശക തത്വമാണ്, രാഷ്ട്ര നയത്തിൻ്റെ നിർദ്ദേശക തത്വമാണ്. അതൊരു മൗലിക അവകാശമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്താ അവിടെ ആ DPSP പറയുന്നത്? ഇറ്റ് റിക്വയർസ് ദ സ്റ്റേറ്റ് ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, സ്വമേധയാ ഉള്ള രൂപീകരണം. എന്തിൻ്റെ? കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സ്വമേധയാ ഉള്ള രൂപീകരണം. ഓട്ടോണോമസ് ഫങ്ഷനിങ്, സ്വയം ഭരണ അവകാശത്തിലുള്ള എന്താണ് പ്രവർത്തനം, സ്വയം ഭരണ അവകാശത്തോടു കൂടിയുള്ള പ്രവർത്തനം. ഡെമോക്രാറ്റിക് കൺട്രോൾ, ജനാധിപത്യ നിയന്ത്രണം. പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, വൈദഗ്ധ്യപൂർവ്വമുള്ള പരിപാലനം അല്ലെങ്കിൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? സ്റ്റേറ്റ് എന്ത് ചെയ്യണം?
പ്രൊമോട്ട് ചെയ്യണം. ഇറ്റ് റിക്വയർസ് ദ സ്റ്റേറ്റ് ടു പ്രൊമോട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശക തത്വമായ 43(b) കൂടി ഈ ഭരണഘടനാ ഭേദഗതി പ്രകാരം 2011 ആഡ് ചെയ്തു. പിന്നെ നിങ്ങൾ ഓപ്ഷനിൽ കാണുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് 226. ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് 226 എന്ന് പറയുന്നത്. പവർ ഓഫ് ഹൈക്കോർട്ട് ടു ഇഷ്യൂ സർട്ടൺ റൈറ്റ്സ്. 268 മറ്റൊരു ആർട്ടിക്കിൾ. എന്താ മറ്റൊരു ആർട്ടിക്കിളായി 268 മറ്റൊന്നുമല്ല, യൂണിയൻ ചുമത്തുന്നതും സംസ്ഥാനങ്ങൾ പിരിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന തീരുവകൾ സംബന്ധിച്ചുള്ള അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 268 എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ഫിനാൻഷ്യൽ പവേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 268 നമ്മൾ പഠിക്കുന്നതാണ്. 268 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ചുമത്തുന്നത്, ഡ്യൂട്ടീസ് ലെവീഡ് ബൈ യൂണിയൻ ബട്ട് കളക്റ്റഡ് ആൻഡ് അപ്രോപ്രിയേറ്റഡ്. പിരിക്കുന്നതും വിനിയോഗിക്കുന്നതും കളക്ട് ചെയ്യുന്നതും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതും സ്റ്റേറ്റാണ്. ഇത്തരത്തിലുള്ള തീരുവകൾ, ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 268. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നമുക്ക് ക്ലിയർ ആണല്ലോ. കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശം, നമ്മൾ 2011 97 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇത് ഫോം ചെയ്യാനുള്ള മൗലിക അവകാശമാക്കി മാറ്റി. അത് 19(1)(c)യിൽ യൂണിയനും അസോസിയേഷനും ഉണ്ടായിരുന്നതിൻ്റെ കൂടെ പുതുതായിട്ടൊരു വാക്കും കൂടി അവിടെ ചേർത്താണ് മൗലിക അവകാശമാക്കി മാറ്റിയത്. കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ പുതിയൊരു വാക്കും കൂടെ ചേർത്ത് മൗലിക അവകാശമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. 8ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു റൈറ്റ് ടു പ്രോപ്പർട്ടി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് നോട്ട് കറക്റ്റ് ടുഡേ? സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നിലവിൽ താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും പരിശോധിച്ച് നോക്കാം. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ഭരണഘടനാപരമായിട്ടുള്ളൊരു അവകാശമാണ് എന്നുള്ളതാണ്. ആണോ ഇല്ലെന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിലൂടെ പരിശോധിക്കാം. രണ്ടാമത് നോക്കുക, ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സ്വത്തവകാശം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിലുള്ളതല്ല, അതിന് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമല്ല, അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. ആണോ അല്ലേ എന്ന് പരിശോധിക്കാം. ഇറ്റ് പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അതായത് ഈ ഒരു അവകാശം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ, അല്ലേ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ പ്രോപ്പർട്ടിയെ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല, മറിച്ച് എന്തിൽ നിന്ന് മാത്രമേ നമുക്ക് ആ സംരക്ഷണം ലഭിക്കുന്നുള്ളൂ? പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് എന്തിൽ നിന്ന് മാത്രം? എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ മാത്രമേ ആ സംരക്ഷണം ലഭിക്കുന്നുള്ളൂ. എക്സിക്യൂട്ടീവ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സിക്യൂട്ടീവിൻ്റെ മലയാളം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. എന്താണ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ നമുക്ക് ലെജിസ്ലേറ്റീവ് ആക്ഷൻ, ലെജിസ്ലേച്ചറുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ടല്ലേ, നിയമനിർമ്മാണ മണ്ഡലമുണ്ട്, കാര്യനിർവഹണ മണ്ഡലം അല്ലെങ്കിൽ വിഭാഗവുമുണ്ട്. വിഭാഗമെന്നോ മണ്ഡലമെന്നോ പറയാൻ കുഴപ്പമില്ല, അല്ലേ? ഈ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ നടപടികളിൽ നിന്ന് മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ. നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമപ്രകാരം എന്താണ് കാര്യനിർവഹണ വിഭാഗത്തിന് നടപടിയെടുക്കുവാനും അതിന് പ്രകാരം നമുക്ക് സ്വത്ത് വേണമെങ്കിൽ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നാലാമത്തത്, ഇൻ കേസ് ഓഫ് വയലേഷൻ ദ അഗ്രീവ്ഡ് പേഴ്സൺ മൂവ് ദ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 കനോട്ട് മൂവ്. അല്ലേ, ഈ ഒരു റൈറ്റിന്മേൽ, അതായത് സ്വത്തവകാശം നിലവിൽ ഉണ്ടല്ലോ, ഇപ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, മനസ്സിലായല്ലോ. 1978 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം അത് ഇപ്പോൾ ഫണ്ടമെൻ്റൽ മൗലിക അവകാശമല്ല. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളൊരു അവകാശമുണ്ട്. അതെന്ത് അവകാശമുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ആ അവകാശത്തിൽ മേൽ എന്തെങ്കിലും വയലേഷന്, ലംഘനമുണ്ടായാൽ ദ അഗ്രീവ്ഡ് പേഴ്സൺ, ആർക്കാണോ ഈ പ്രശ്നബാധിതരായിട്ടുള്ളത്, അവർക്ക് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ല എന്നാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും പരിശോധിച്ച് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1,
റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ശരിയാണ്. അതിനെ ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 300A 300Aയിലാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 31 31 ആർട്ടിക്കിളും 19(1)F അവകാശം രണ്ട് തലത്തുണ്ടായിരുന്നു. അത് രണ്ട് ടൈപ്പാണ്. മനസ്സിലായല്ലോ. അത് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ പരിശോധിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 31 19(1)F എന്ത് ചെയ്തു? ഉണ്ടായിരുന്നു. അതിൽ രണ്ടിന് കീഴിലും ഉണ്ടായിരുന്ന അവകാശം, മൗലിക അവകാശം നമ്മൾ എന്ത് ചെയ്തു? റിമൂവ്ഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് വൈഡ് 44th Amendment Act of 1978 ആൻഡ് മെയ്ഡ് എ ലീഗൽ ഓർ എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 300A 300A പ്രകാരം ഇപ്പോൾ നിലവിൽ, നേരത്തെ 31ലും 19(1)F പ്രകാരവും നമുക്ക് മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ 300Aയിലാണ്. അതിപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റല്ല, അത് ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റോ അല്ലെങ്കിൽ നമുക്ക് ലീഗൽ റെമഡീസ് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ലീഗൽ റൈറ്റോ ആയി മാറിയിരിക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയുന്നത് ശരിയാണ്. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. കാരണം അത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ മാത്രമേ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാകുന്നുള്ളൂ. ഇപ്പോൾ അത് വെറും മിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ ലീഗൽ റൈറ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അത് 300Aയിൽ ഇരിക്കുമ്പോൾ അത് ഫണ്ടമെൻ്റൽ റൈറ്റല്ല. ആയതിനാൽ തന്നെ അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗവുമല്ല. മനസ്സിലായല്ലോ. റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ്, നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ അതാണെങ്കിൽ അതെന്തായിരിക്കും? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമായിരിക്കും. അല്ലേ, ഫോംസ് പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ. പക്ഷേ അത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലാത്തിടത്തോളം കാലം അത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതും ശരിയാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗെയിൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. വളരെ ശരിയാണ്. അതായത് ഭരണഘടനയുടെ മൗലിക അവകാശം എന്ന് പറയുന്ന ഭാഗത്ത് കിടക്കുമ്പോൾ നിയമനിർമ്മാണ മണ്ഡലങ്ങൾക്ക് പോലും ഒരു നിയമമൂലം പോലും എന്ത് ചെയ്യാൻ കഴിയില്ല? അത് വയലേറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അത് നമുക്ക് ലഭ്യമാക്കാതിരിക്കാൻ കഴിയില്ല. മനസ്സിലായല്ലോ. അങ്ങനെ ഒരു നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാവും. മനസ്സിലായല്ലോ. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മാറുകയും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് മൗലിക അവകാശത്തിൽ കിടക്കുകയാണെങ്കിൽ. പക്ഷേ മൗലിക അവകാശമല്ലാത്തിടത്തോളം ആർട്ടിക്കിൾ 300Aയിൽ കിടക്കുമ്പോൾ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നമൊന്നുമില്ല. ഒരു നിയമപ്രകാരം എന്ത് ചെയ്യാൻ? ഒരു നിയമം നിർമ്മിച്ചുകൊണ്ട് ആ നിയമപ്രകാരം നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് നഷ്ടപ്പെടുത്താം. മനസ്സിലായല്ലോ. അതിൽ പ്രശ്നമൊന്നുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലെജിസ്ലേറ്റീവ് ആക്ഷൻ, നിയമനിർമ്മാണ നടപടിക്കെതിരെ ഒരു സംരക്ഷണം 300A പ്രകാരം ലഭിക്കില്ല. നിയമം നിർമ്മിച്ചാൽ ആ നിയമപ്രകാരം എന്ത് ചെയ്യാൻ കഴിയും? ആ സ്വത്ത് നമുക്ക് നഷ്ടപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് മൗലിക അവകാശത്തിലായിരുന്നപ്പോൾ അങ്ങനെയല്ല. കാരണം മൗലിക അവകാശമാകുമ്പോൾ അത് ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗം കൂടിയാണ്. മാത്രവുമല്ല, നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ നിയമനിർമ്മാണ മണ്ഡലങ്ങൾ അതിന് വിരുദ്ധമായ നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയും. ജുഡീഷ്യൽ റിവ്യൂയിലൂടെ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ നിയമം തന്നെ റദ്ദ് ചെയ്യപ്പെടും. അവിടെ ആയിരുന്നാൽ മൗലിക അവകാശത്തിൻ്റെ ഭാഗത്തായിരിക്കുമ്പോൾ ഇത് എന്താണ്? ലെജിസ്ലേറ്റീവ് ആക്ഷനെതിരെയും നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കും. പക്ഷേ 300Aയിൽ അങ്ങനെ ലഭിക്കത്തില്ല. 300Aയിൽ ഒരു നിയമം പാസ്സാക്കി ആ നിയമപ്രകാരം മാത്രം എന്ത് ചെയ്യാൻ പറ്റും? കാര്യനിർവഹണ വിഭാഗത്തിന് ആ കാര്യനിർവഹണ നടപടികളിലൂടെ നമ്മുടെ സ്വത്ത് നമുക്ക് നഷ്ടപ്പെടുത്തിയേക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. ആർട്ടിക്കിൾ 300A എൻഷുർ ദാറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദിയർ പ്രോപ്പർട്ടി എക്സെപ്റ്റ് ബൈ അതോറിറ്റി ഓഫ് ലോ. ഒരു നിയമം നൽകുന്ന അധികാരത്തിൻ്റെ പിൻബലത്തിൽ അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? സ്വത്ത് നമുക്ക് നഷ്ടപ്പെടില്ല. മീനിങ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ ഇസ് പ്രിവെൻറ്റഡ്. ഏകപക്ഷീയമായിട്ടുള്ള
കാര്യനിർവഹണ നടപടി തടയപ്പെടുന്നു. പക്ഷേ ലെജിസ്ലേച്ചർ ക്യാൻ ഇനാക്ട് ലോസ് ഫോർ അക്വിസിഷൻ ഓർ ഡിപ്രൈവേഷൻ ഓഫ് പ്രോപ്പർട്ടി. സ്വത്ത് എന്താണ് അക്യൂർ ചെയ്യുവാൻ, നമ്മുടെ സ്വത്ത് അക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കത് ഡിപ്രൈവ് ചെയ്യുവാനോ വേണ്ടി ഒരു നിയമം നിർമ്മിക്കാൻ നിയമനിർമ്മാണ സഭയ്ക്ക് തടസ്സമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലെജിസ്ലേറ്റീവ് ആക്ഷനെതിരെ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ മാത്രമേ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുള്ളൂ. വളരെ ശരിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈക്കോടതിക്ക് റിട്ട് ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, മൗലിക അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ മാത്രമല്ല ആ ദുരിതം അനുഭവിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. ആർട്ടിക്കിൾ 226 എത്തുമ്പോൾ ഹൈക്കോടതിയുടെ റിട്ട് ജൂറിഡിക്ഷൻ അല്ലെങ്കിൽ റിട്ട് അധികാരിത എന്ന് പറയുന്നത് അതർ മാറ്റേഴ്സിലുമുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രമല്ല, മറ്റ് കാര്യങ്ങളിലും എന്ത് ചെയ്യാം, ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെ ഒരു അഗ്രീവ്ഡ് പേഴ്സൺ ആണെങ്കിൽ. ഇവിടെ സ്വത്തവകാശം എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതർ മാറ്റേഴ്സിൽ പെടുന്നതാണ്. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് മൗലിക അവകാശങ്ങളിൽ മാത്രമല്ല, സുപ്രീം കോടതിയാണെങ്കിൽ മൗലിക അവകാശങ്ങളിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ഹൈക്കോടതിക്കാണെങ്കിൽ മറ്റ് ലീഗൽ റെമഡീസിനും എന്ത് ചെയ്യാൻ പറ്റും, റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 300A പ്രകാരമുള്ള ഒരു ലീഗൽ റൈറ്റായിട്ടുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി പ്രകാരം ഒരു അഗ്രീവ്ഡ് പേഴ്സണ് ഹൈക്കോടതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻ കേസ് ഓഫ് violation, the aggrieved person cannot move the high court under 226 എന്നാണ് പറയുന്നത്. തെറ്റാണ്. 226 പ്രകാരം ഹൈക്കോടതിയിൽ സമീപിക്കുവാൻ കഴിയും. അതിൻ്റെ കാരണം ഇതാണ്, ഹൈക്കോടതിയുടെ റിട്ട് ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത് ഈസ് വൈഡർ ദാൻ ദി റിട്ട് ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ മേലുള്ള റിട്ടുകൾ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വയലേഷനിൽ മാത്രമേ സുപ്രീം കോടതിയെ സമീപിക്കാൻ കഴിയുന്നുള്ളപ്പോൾ ഇവിടെ അതർ മാറ്റേഴ്സിലും എന്ത് ചെയ്യാൻ പറ്റും, 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാം. അപ്പോൾ ഇങ്ങനൊരു വയലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കനോട്ടല്ല, ക്യാനാണ്. അപ്പോൾ ഇത് തെറ്റാണ്. മനസ്സിലായല്ലോ, നോട്ട് കറക്റ്റ്. വൈൽ ദ വയലേഷൻ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് അലോസ് എ പേഴ്സൺ ടു ഡയറക്ട്ലി അപ്രോച്ച് ദ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32, ദ വയലേഷൻ ഓഫ് എ ലീഗൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് സച്ച് ആസ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി അണ്ടർ ആർട്ടിക്കിൾ 300 ക്യാൻ സ്റ്റിൽ ബി ചലഞ്ചഡ് ഇൻ ഹൈക്കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ശരിയാണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. ശരിയാണ്. ഇറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ല. വളരെ ശരിയാണ്. ഇറ്റ് പ്രൊട്ടക്ട്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. വളരെ ശരിയാണ്. ഇൻ കേസ് ഓഫ് വയലേഷൻ ദ അഗ്രീവ്ഡ് പേഴ്സൺ കനോട്ട് മൂവ് എന്നുള്ള തെറ്റാണ്, ക്യാൻ മൂവ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. 1, 2 and 3 ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റാണ്. ഓക്കെ, ചോദ്യം നോട്ട് കറക്റ്റാണ്. അപ്പോൾ 4 ആണ് നോട്ട് കറക്റ്റ്. ഓക്കെ, ആൻസർ D 4. ഓക്കെ, ഇനി ഇതേപോലൊരു ചോദ്യം എന്താണ്, ആ KSൻ്റെ സപ്ലിമെൻ്ററി ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വിച്ച് റിട്ട് അമോങ് ദ ഫോളോയിങ് ഇസ് എ കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ പബ്ലിക് കോർട്ട് ടു പബ്ലിക് ഒഫീഷ്യൽ ആസ്കിങ് ഹിം ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് ദാറ്റ് ഹി ഹാസ് ഫെയിൽഡ് ഓർ റെഫ്യൂസ്ഡ് ടു പെർഫോം. ഒരു പബ്ലിക് സർവൻ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി അയാൾ ചെയ്യുവാൻ വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ ചെയ്യുവാനായി പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ കോടതി അത് ചെയ്യുവാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്ന റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിട്ട് ഏത് റിട്ടാണ്? ആൻസർ നിങ്ങൾക്കറിയാം, മാൻഡമസ് റിട്ടാണ്. വി ഓർഡർ, നാം കൽപ്പിക്കുന്നു എന്നർത്ഥമുള്ള മാൻഡമസ് റിട്ടാണ്. നമുക്ക് റിട്ടുകൾ ഓരോ നോക്കാം. മാൻഡമസ് is a command issued by the court to public official asking him or to perform his or her official duty that he has failed or refused to perform. അയാളത് ചെയ്യുവാൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ചെയ്യാൻ വിമുഖത കാണിക്കുകയോ ചെയ്യുന്ന, അത് ചെയ്യുവാനായി നിർദ്ദേശം നൽകുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു പേഴ്സൺ ഹു ഹാസ് ഡീറ്റെയിൻഡ് അനദർ പേഴ്സൺ ടു പ്രൊഡ്യൂസ് ദ ബോഡി ഓഫ് ദ ലെറ്റർ ബിഫോർ ഇറ്റ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാനായിട്ട് ഉത്തരവ് നൽകുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ടു പ്രൊഡ്യൂസ് ദ ബോഡി, ദ ബോഡി ഓഫ് എന്നൊക്കെ പറയുന്ന, അല്ല ശരീരം ഹാജരാക്കൂ മലയാളത്തിൽ. അങ്ങനെ അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ
നിയമപ്രകാരമല്ലാതെ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാനായിട്ട് ഉത്തരവിടുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ഇനി സെർഷ്യോറി. It is issued by a higher court to lower court or tribunal to court the order passed by the latter in a case എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരിത മീൻസ് ജൂറിഡിക്ഷൻ, അധികാര പരിധി എന്ന് വേണമെങ്കിൽ പറയാം, അത് എക്സീഡ് ചെയ്തുകൊണ്ട്, അത് ലംഘിച്ചുകൊണ്ട് എന്തെങ്കിലും ഉത്തരവോ എന്തെങ്കിലും പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ അധികാര ലംഘനം അല്ലെങ്കിൽ ആ അധികാരിത ജൂറിഡിക്ഷൻ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതി കീഴ്ക്കോടതി ഇറക്കിയ ഉത്തരവ് കോഷി ചെയ്തുകൊണ്ടിറക്കുന്ന റിട്ടിനാണ് നമ്മളെന്ന് പറയുന്നത് സെറിഷ്യോററി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, സെർഷ്യോററി. ഇപ്പോൾ ഇതുപോലൊരു റിട്ടുണ്ട് പ്രൊഹിബിഷൻ, നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് രണ്ടും ഒരേപോലുള്ള റിട്ടാണ്, പ്രൊഹിബിഷനും സെർഷ്യോററിയും. രണ്ടും ജൂറിസ്ഡിക്ഷനുമായി, കോടതികളുടെ ജൂറിസ്ഡിക്ഷനുമായി ബന്ധപ്പെട്ട റിട്ടാണ്. അധികാരപരിധി അല്ലെങ്കിൽ അധികാരിത എന്ന് പറയുന്ന എക്സാക്ട് മലയാളം അധികാരിതയാണ്, അതുമായി ബന്ധപ്പെട്ട റിട്ടാണ്. പക്ഷേ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ വീണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഏതെങ്കിലും ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടെ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, കോ വാറണ്ടോ ബൈ വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എൻക്വയർ ഇൻ ടു ദി ലീഗാലിറ്റി ഓഫ് ക്ലൈം ഓഫ് പേഴ്സൺ ടു പബ്ലിക് ഓഫീസ്. ഒരു പൊതുസ്ഥാനത്ത് വേണ്ടി ഒരു വ്യക്തിയുടെ ക്ലെയിം, അവകാശം, അതിൻ്റെ ലീഗാലിറ്റി, അതിൻ്റെ നിയമസാധുത എന്താണെന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടുള്ള ആ റിട്ടിനെയാണ്, കോടതി പുറപ്പെടുവിക്കുന്ന ആ റിട്ടിനെയാണ് നമ്മൾ കോ വാറണ്ടോ അല്ലെങ്കിൽ ബൈ വാട്ട് അതോറിറ്റി എന്നുള്ള രീതിയിൽ, എന്ത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിൽ റിട്ട് പുറപ്പെടുവിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോ വാറണ്ടോ. അപ്പോൾ ഈ റിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ പ്രൊഹിബിഷനും സെർഷ്യോറിയും തമ്മിലൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. നമുക്ക് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 32 അറിയാമല്ലോ. സുപ്രീം കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ പറ്റും. 32ാമത്തെ അനുച്ഛേദ പ്രകാരം ഹൈക്കോർട്ട് ക്യാൻ ഇഷ്യൂ റിട്ട് ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫോർ എനി അതർ പർപ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതർ മാറ്റേഴ്സ് അല്ലെങ്കിൽ എനി അതർ പർപ്പസ്, മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി. അത് വൈഡർ സ്കോപ്പാണ്. ഓക്കെ, അപ്പോൾ അതർ പർപ്പസ്, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് നേരത്തെ റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ നമുക്ക് അഗ്രീവ്ഡ് പേഴ്സൺ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഹൈക്കോടതിയെ 226 പ്രകാരം സമീപിക്കാൻ കഴിയുന്നത് ഈ അതർ പർപ്പസ് ഉള്ളത് കൊണ്ടാണ്. കാരണം സുപ്രീം കോടതിയിൽ സമീപിക്കാൻ കഴിയില്ല, കാരണം അത് ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമേ പറ്റുള്ളൂ ആർട്ടിക്കിൾ 32 പ്രകാരം. അതർ പർപ്പസ് അല്ലെങ്കിൽ അതർ മാറ്റേഴ്സ്, ഭരണഘടനയിൽ അതർ പർപ്പസ് എന്നാണുള്ളത്, മറ്റാവശ്യങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈഡർ സ്കോപ്പാണ്, കുറച്ചും കൂടെ വിപുലമായിട്ടുള്ള സ്കോപ്പാണ്. അതുകൊണ്ടാണ് റിട്ട് ജൂറിഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ഈസ് വൈഡർ ദാൻ റിട്ട് ജൂറിഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ ചോദ്യം, ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ്. ആർട്ടിക്കിൾ 300A പ്രൊട്ടക്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെ വ്യക്തമായി തൊട്ട് അതിനു മുന്നേ ഉള്ള ചോദ്യം നമ്പർ 8ാമത്തെ ചോദ്യം അല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ 8 നമ്മൾ വളരെ വിശദമായി അത് പരിശോധിച്ചതാണ്. നിങ്ങൾ ഇനി വളരെ സിമ്പിളായിട്ട് പറയും, പ്രൈവറ്റ് പ്രോപ്പർട്ടി എഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് എഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ അല്ലേ. അതാണ് 300A എന്ന് പറയുന്നത്. അപ്പോൾ താഴത്തെ കൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ ബട്ട് നോട്ട് എഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ അല്ലേ. എഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷനാണ്, പക്ഷേ എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ അല്ല. അങ്ങനല്ല, നേരെ തിരിച്ചാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എഗൈൻസ്റ്റ് അല്ല, ഇറ്റ് പ്രൊട്ടക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് എഗൈൻസ്റ്റ് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ നേരെ തിരിച്ചു, അത് തെറ്റാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഫ്രം ബോത്ത്, രണ്ടുമാണ്. അല്ല, അങ്ങനെ രണ്ടിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. നമുക്കിപ്പോൾ എക്സിക്യൂട്ടീവ് ആക്ഷനിൽ മാത്രമേ പ്രൊട്ടക്ഷൻ കിട്ടുന്നുള്ളൂ, ലെജിസ്ലേറ്റീവ് ആക്ഷനിൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കുക. അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ളത് 8ാമത്തെ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി അഗൈൻസ്റ്റ് എക്സിക്യൂട്ടീവ് ആക്ഷൻ ബട്ട് നോട്ട് ലെജിസ്ലേറ്റീവ് ആക്ഷൻ. ഇതിൻ്റെ ഇവിടെയും നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 300 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദിയർ പ്രോപ്പർട്ടി ബൈ അതോറിറ്റി ഓഫ് ലോ. ദ ഫ്രൈസ് അതോറിറ്റി ഓഫ് ലോ ഇംപ്ലൈസ് എ വാലിഡ്ലി ഇനാക്റ്റഡ് ലോ വിച്ച് ക്യാൻ ബി മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ അല്ലേ. നിയമനിർമ്മാണ മണ്ഡലം പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡിപ്രൈവ് ചെയ്യാനോ കഴിയും. മനസ്സിലായല്ലോ. ദെയർഫോർ ദ സ്റ്റേറ്റ് ക്യാൻ അക്വയർ പ്രൈവറ്റ് പ്രോപ്പർട്ടി ത്രൂ ലെജിസ്ലേറ്റീവ് ആക്ഷൻ. അപ്പോൾ രാഷ്ട്രത്തിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷനിലൂടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി
അക്വയർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട്. പക്ഷേ ഇറ്റ് ഈസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ പ്രൊസീജിയർ പ്രൊവൈഡ് ഇറ്റ് ഈസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ, വളരെ നീതിപൂർവമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലൂടെ മാത്രമേ അത് ചെയ്യാനും പാടുള്ളൂ. അതാണ് നമ്മൾ ഈ ഡീറ്റെയിലായിട്ട് നമ്മൾ എന്താണെന്നുള്ളത് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ പഠിക്കുക. ഈ ഡ്യൂ പ്രൊസീജിയർ ഓഫ് ലോ എന്ന് നമ്മൾ പറയും. മനസ്സിലായല്ലോ? ഡ്യൂ പ്രൊസീജിയർ, മറ്റേ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉണ്ട്, ഡ്യൂ പ്രൊസീജിയർ അല്ല, സോറി, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. മനസ്സിലായല്ലോ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയും ഉണ്ട്, ഡ്യൂ പ്രോസസ് ഓഫ് ലോയും ഉണ്ട്. ഇത് തമ്മിൽ വ്യത്യാസം എന്താണെന്നുള്ളത് മറ്റേതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം, അല്ലേ? അപ്പോൾ ഇതാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ലെജിസ്ലേറ്റീവ് ആക്ഷനിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല. എക്സിക്യൂട്ടീവ് ആക്ഷനിൽ നിന്ന് മാത്രമേ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ദ എക്സിക്യൂട്ടീവ്, അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് കനോട്ട് സിംപ്ലി സീ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിത്തൗട്ട് എ സ്പെസിഫിക് ലോ ഓതറൈസിങ് സച്ച് ആക്ഷൻ. ഒരു നിയമത്തിൻ്റെ പിൻബലമില്ലാതെ എക്സിക്യൂട്ടീവിന്, അതായത് സർക്കാരിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനൊന്നും കഴിയില്ല. 300A പ്രകാരം, നിയമപ്രകാരം, ഒരു നിയമം മൂലം മാത്രമേ അത് കഴിയുള്ളൂ. ദിസ് മീൻ ദ പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് ആർബിട്രറി എക്സിക്യൂട്ടീവ് ആക്ഷൻ. എക്സിക്യൂട്ടീവ് ആക്ഷനെതിരെ മാത്രമേ അതിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ബട്ട് നോട്ട് അഗെയിൻസ്റ്റ് അക്വിസിഷൻ ബൈ ദ സ്റ്റേറ്റ് ത്രൂ ഡ്യൂ ലെജിസ്ലേറ്റീവ് പ്രോസസ്. അല്ലേ? ശരിയായ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഒരു നിയമം നിർമ്മിച്ചുകൊണ്ട് ഒരു ജസ്റ്റ് ആൻഡ് ഫെയർ പ്രോസസ്സിലൂടെ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതോ ഡിപ്രൈവ് ചെയ്യുന്നതോ ഒരു തടസ്സവുമില്ല. എക്സിക്യൂട്ടീവ് ആക്ഷനിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 എന്ന വർഷത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ പ്രിയാമ്പിൾ, യൂണിയൻ ആൻഡ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ് തീർന്നിട്ടില്ല. അടുത്തൊരു എപ്പിസോഡിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് കാണാം. നന്ദി.